കണ്ണൻ കാക്കയും പങ്കജം കുളക്കോഴിയും ഏറ്റുമാനൂരാണ് താമസം. അവർ രണ്ടാളും കൂടി ഓണക്കാലത്ത് ഒരു കുഞ്ഞു ടൂറിന് പ്ലാൻ ഇട്ടു. എവിടെ പോണം? സൈലന്റ് വാലിയിലോ, വയനാടോ, ഇലവിഴ പൂഞ്ചിറയിലോ? കണ്ണൻ കാക്ക ചോദിച്ചു. കുളക്കോഴി അതിന്റെ നേർത്ത ഒറ്റക്കാലിൽ നിന്ന് ആലോചിച്ചു. എവിടെ പോണം? കുറേ നേരം ആലോചിച്ച ശേഷം അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോവാം. ഞാൻ ഒരുപാട് പറക്കാൻ പറ്റാത്ത പക്ഷിയല്ലേ. കാക്ക അത് ശരിവെച്ചു. എന്നാ പിന്നെ മലരിക്കലെ ആമ്പൽപ്പൂ പാടം കാണാൻ പോയാലോ? അതിനെക്കുറിച്ചുള്ള പത്രവാർത്തയും ഫോട്ടോയും കാക്ക കുളക്കോഴിയെ കാണിച്ചു കൊടുത്തു. കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ആമ്പൽപ്പൂ പാടം കാണാൻ കുളക്കോഴിക്ക് കൊതിയായി. കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങൾ കർക്കിടക മഴ പെയ്ത് നിറയുമ്പോൾ മണ്ണിലുറഞ്ഞു കിടക്കുന്ന ആമ്പൽ വിത്തുകൾ കിളിർത്ത് പൂപ്പരപ്പാവും എന്ന് പറഞ്ഞു കാക്ക. പിന്നെ കൃഷി നേരമാവുമ്പോ പാടത്തിലെ വെള്ളം വറ്റിച്ച് നെൽകൃഷി ചെയ്യൂല്ലേ എന്ന് ചോദിച്ചു കുളക്കോഴി. അവരപ്പോഴേക്കും മലരിക്കലേക്ക് പറന്നു തുടങ്ങിയിരുന്നു. കുളക്കോഴിക്ക് ഒറ്റയടിക്ക് അത്ര ദൂരം പറക്കാനാകാത്തതുകൊണ്ട് അവർ ഇടയ്ക്കിടെ ഓരോയിടത്ത് പറന്നിറങ്ങി വിശ്രമിച്ചാണ് കേട്ടോ യാത്ര ചെയ്തത്. ഇല്ലിക്കലും കഴിഞ്ഞ് തിരുവാർപ്പും കഴിഞ്ഞ് കാഞ്ഞിരംപാലം കടന്ന് അവർ മലരിക്കലെത്തി. വൈകുന്നേരം വിരിയാൻ തുടങ്ങി പകലാകുമ്പോഴേക്ക് കൂമ്പാൻ തുടങ്ങും ആമ്പൽപ്പൂക്കൾ. രാത്രി നിലാവുദിക്കുമ്പോൾ വിരിഞ്ഞ് നിലാവസ്തമിക്കുമ്പോൾ കൂമ്പും ആമ്പൽപ്പൂക്കൾ. ചന്ദ്രന്റെ ഭാര്യയാണ് ആമ്പൽപ്പൂക്കൾ എന്നൊക്കെയാണ് കവി സങ്കല്പം എന്ന് കാക്ക കുളക്കോഴിക്ക് പറഞ്ഞു കൊടുത്തു. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയുടെ ആ പുസ്തകത്തിന്റെ കവർ ഇതുപോലുള്ള ആമ്പൽപ്പൂക്കളല്ലേ എന്ന് ചോദിച്ചു കുളക്കോഴി. അയ്മനത്തും ഉണ്ട് ഇത്തരം പൂപ്പാടം, നമുക്കവിടെ നാളെ പോകാം എന്ന് പറഞ്ഞു കാക്ക. അവര് മലരിക്കല്ലെത്തിയപ്പോഴേക്ക് രാവിലെ 7 മണി കഴിഞ്ഞിരുന്നു. അതിനോടകം അവിടെ ആകെ പൂ കാണാൻ വന്നവരെയും അവരുടെ വാഹനങ്ങളെയും കൊണ്ട് നിറഞ്ഞിരുന്നു. നമുക്ക് വാഹനമില്ലാത്തത് നന്നായി, അല്ലെങ്കിൽ പാർക്കിംഗ് സ്പേസ് അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നേനെ എന്ന് പറഞ്ഞു കുളക്കോഴി. അത് ശരിയാ എന്ന് പറഞ്ഞു കാക്ക. സാധാരണ വള്ളങ്ങളും മോട്ടോർ പിടിപ്പിച്ച വള്ളങ്ങളും പൂപ്പാടം കാണാൻ വന്നവരെ വിളിച്ചു കയറ്റി വള്ളപ്പടിയിലിരുത്തി. ആളുകൾ വള്ളത്തിൽ കയറും മുന്നേ പൂക്കെട്ട് വാങ്ങി കയ്യിൽ പിടിച്ചു. എന്നിട്ട് വള്ളത്തിൽ ഇരുന്നും നിന്നും ഫോട്ടോകൾക്കും വീഡിയോകൾക്കുമായി പോസ് ചെയ്തു. ആരും പൂപ്പാടം കണ്ട് കണ്ട് കണ്ണിറച്ചിരിക്കണില്ലല്ലോ. എല്ലാരും മൊബൈലിലൂടെയാണ് പാടം കാണുന്നത്. നമുക്ക് മൊബൈൽ ഇല്ലാത്തത് നന്നായി എന്ന് പറഞ്ഞു കാക്ക ഒരു വള്ളത്തിന്റെ തുഞ്ചത്തിരുന്ന് ആമ്പലിലയിലൂടെ നടക്കുന്ന കുളക്കോഴിയോട്. ആമ്പലില കിളിഭാരം കൊണ്ട് താഴ്ന്നു പോവാത്ത കണ്ടോ? അവന്റെ പേരാണ് കുളക്കോഴി. അവൻ അത്ര കുറച്ചേ ഭാരമുള്ളൂ. അവന് മാത്രമേ ഈ ഇലയിൽ നടപ്പ് സാധിക്കൂ എന്ന് വള്ളത്തിലെ അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ അച്ഛൻ ആമ്പലിലയിലൂടെ തത്തി നടക്കുന്ന കുളക്കോഴിയുടെ ഫോട്ടോ നിറയെ എടുത്തു. കുളക്കോഴിക്ക് ഞംഞംന്ന് തിന്നാൻ ആമ്പൽ പടർപ്പിനിടയിൽ നിന്ന് 4-5 പ്രാണികളെയും കിട്ടി. അതിനിടെ വള്ളത്തിന്റെ തുഞ്ചത്ത് നിന്ന് പറന്നിറങ്ങി ഒരാമ്പൽ പൂ വെള്ളത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് തിരിച്ചതേ സ്ഥലത്ത് കൊക്കിൽ ആമ്പൽ പൂവുമായി വന്നിരുന്ന കാക്ക. ആ രംഗം ഒരുപാട് പേർ ക്യാമറയിൽ ക്ലിക്ക് ക്ലിക്ക് എന്ന് പകർത്തിയത് കണ്ട് കാക്കയ്ക്ക് പൊടി ഗമ്മയെന്ന് പറയേണ്ടതില്ലല്ലോ. ആളുകളുടെ ബഹളമായിരുന്നു ചുറ്റും. പൂ വിൽക്കാനായി കരയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ പൂ തീരുന്ന മുറയ്ക്ക് പിന്നെയും പിന്നെയും പൂക്കെട്ട് നിറച്ചുകൊണ്ടിരുന്നു പൂവിൽപ്പനക്കാർ. ഒരു പൂക്കെട്ടിന് 30 രൂപയാണ് വില. നമുക്ക് കാശു കൊടുക്കാതെ പൂ കിട്ടി എന്ന് തമ്മിൽ പറഞ്ഞു ചിരിച്ച് കാക്കയും കുളക്കോഴിയും. 9 മണി ആയപ്പോഴേക്ക് പൂക്കൾ പതിയെ കൂമ്പാൻ തുടങ്ങി. മലരിക്കൽ നിന്ന് ആൾത്തിരക്കും വള്ളത്തിരക്കും ഒഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റുമാനൂർക്ക് തിരിച്ചു പറക്കാം എന്ന് പറഞ്ഞു കാക്ക. നാളെ നമുക്ക് നീ പറഞ്ഞ അരുന്ധതി റോയുടെ അയ്മനത്തെ പൂപ്പാടത്ത് പോകാം എന്ന് പറഞ്ഞു കുളക്കോഴി. പുത്തൂക്കര എന്നാണ് ഇടത്തിന്റെ പേര് എന്ന് പറഞ്ഞു കാക്ക. അവിടെ അയ്മനം ജോൺ എന്ന മലയാളത്തിൽ കഥ എഴുതുന്ന ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തെയും കണ്ടുപോരാം നമുക്ക് എന്ന് പറഞ്ഞു കാക്ക. കുളക്കോഴി ചോദിച്ചു, നമ്മളെ കുറിച്ച് കഥ എഴുതാൻ പറഞ്ഞാലോ നമുക്ക് അദ്ദേഹത്തോട്? കാക്ക അതും സമ്മതിച്ചു. പിന്നെ പറഞ്ഞു, ഇനി ഞാൻ മിണ്ടില്ല കൂടെത്തുന്നത് വരെ. നോക്ക, എന്റെ കൊക്കിൽ പൂവാണ്. നിനക്കും കൂടി വേണ്ടി ഞാൻ ഒരു പൂവും കൂടി പറിച്ചിട്ടുണ്ട്. നമുക്കിത് കൂട്ടിലെ ഫ്ലവർ വേസിൽ വെക്കാം. കുളക്കോഴി കാക്കയോട് താങ്ക്സ് പറഞ്ഞു. ഇനി പറയാനുള്ളത് ഏറ്റുമാനൂരിലെ കുട്ടികളോടാണ്.
നോക്കണേ ആകാശത്തേക്ക്, കൊക്കിൽ ആമ്പൽപ്പൂവുമായി പറക്കുന്ന കാക്കയും കുളക്കോഴിയും കണ്ട. അതാണേ നമ്മുടെ കഥയിലെ കാക്കയും കുളക്കോഴിയും.